കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 20ലധികം കീടങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ജൈവ കീടനാശിനിയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ടാണ് അടുക്കള തോട്ടത്തിലേക്കും പൂന്തോട്ടത്തിലേക്കുമുള്ള ഉഗ്രൻ ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നത്. ഇലകുരുടിപ്പ് രോഗം, മഞ്ഞളിപ്പ് രോഗം, വെള്ളീച്ച ശല്യം, വാട്ടരോഗം തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം തന്നെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഈ കീടനാശിനി കൊണ്ട് പ്രതിരോധിക്കാനാവും. ഇനി ഈ ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കുന്ന വിധം കൂടി പറയാം. ആദ്യം തന്നെ 1.5 ലിറ്റർ കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ചെടുക്കണം. കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. 2 ദിവസം കഞ്ഞിവെള്ളം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുളിച്ച് കിട്ടും. അങ്ങനെ പുളിച്ച കഞ്ഞിവെള്ളം 1.5 ലിറ്ററാണ് എടുക്കേണ്ടത്. കഞ്ഞിവെള്ളം ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് വേപ്പിൻ പിണ്ണാക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വേപ്പിൻ പിണ്ണാക്ക് ഇതേപോലെ അളവിൽ 3 പിടി, ഏകദേശം 250 ഗ്രാം എടുത്ത് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വേപ്പിൻ പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് മുഴുവനായും അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം. വായുഭാഗം ഒരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് മൂടി കെട്ടി കൊടുക്കുന്നത് നല്ലതാണ്. 4-5 മണിക്കൂർ കഴിഞ്ഞാൽ മൂടിക്കെട്ടിയ തുണി അഴിച്ചു മാറ്റി ഒരു പഴയ ചായ അരിക്കുന്ന അരിപ്പ കൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തപ്പോൾ കിട്ടിയ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ചണ്ടി വേസ്റ്റാക്കി കളയേണ്ടതില്ല. ചെടിയുടെ കടഭാഗത്തു നിന്നും അകലം പാലിച്ച് ഒരൽപ്പം മണ്ണിൽ ചേർത്ത് നന്നായി ഇളക്കി ഒഴിപ്പിച്ച് കൊടുത്താൽ മതി. മണ്ണിൽ എപ്പോഴും അത്യാവശ്യം നനവുണ്ടാവാൻ ശ്രദ്ധിക്കണം. വേപ്പിൻ പിണ്ണാക്കിൻ്റെ ചണ്ടി ഇടുന്നതുകൊണ്ട് മണ്ണിൽ നിന്നുണ്ടാകുന്ന ഫംഗൽ രോഗങ്ങളെല്ലാം തടയാൻ ഇത് സഹായിക്കും. ഇനി നന്നായി ഇളക്കി അതിൽ നിന്നും ഒരു 250 ml എടുത്ത്, ഈ ഒരു ബോട്ടിൽ 225 ml അതിൽ ഒരു പാത്രവും പിന്നെ 25 ഗ്രാമിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ എടുക്കാം. അങ്ങനെ 250 ഗ്രാം കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം 1 ലിറ്റർ പച്ചവെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കണം. അതിനുശേഷം കുരുടിപ്പും വെള്ളീച്ചയും മുഞ്ഞയും ഇലവാട്ടവും മഞ്ഞളിപ്പും ഒക്കെയുള്ള ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ 2 തവണ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളെല്ലാം മാറി സൂപ്പറായി വളരുന്നത് കാണാം. നമ്മൾ 1-2 തവണ ഉപയോഗിച്ച് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് നിർത്തിക്കളയരുത്. ജൈവ കീടനാശിനി ആയതുകൊണ്ട് 1-2 ദിവസം കൊണ്ട് രോഗങ്ങൾ മാറി കിട്ടണമെന്നില്ല. നിരന്തരം തെളിച്ചു കൊടുക്കണം. ഇത് ചെടികൾക്ക് വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ചെടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്പ്രേ ചെയ്ത് നോക്കിയതിന് ശേഷം ആ ഭാഗത്തുള്ള ഇലകൾക്ക് ദോഷമൊന്നും ഇല്ലെങ്കിൽ മാത്രം മറ്റെല്ലാ ഭാഗത്തേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ലത്. ഈ ഒരു കീടനാശിനി കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കാതെ ആവശ്യത്തിന് മാത്രമുള്ളത് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഗുണപ്രദം. നമ്മൾ തയ്യാറാക്കിയതിൽ ചെടികൾക്ക് തളിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ ഒരാഴ്ച കാലത്തേക്കൊക്കെ ഇത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. കഴിയുന്നതും ആവശ്യത്തിനുള്ളത് മാത്രം തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇതോടൊപ്പം മറ്റൊന്ന് ഷെയർ ചെയ്യാനുള്ളത്, അടുക്കളയിലെ ഭക്ഷ്യ അവശിഷ്ടങ്ങളും ചാരവുമൊക്കെ ഏത് വിധത്തിലാണ് നമുക്ക് ജൈവവളമാക്കി മാറ്റാമെന്ന് കൂടി പറയാം. ആദ്യം തന്നെ ചാരം എടുക്കാം. വിറക് അടുപ്പുകൾ ഇപ്പോൾ കാര്യമായി ആരും ഉപയോഗിക്കാറില്ല എങ്കിലും ചെറിയ രീതിയിൽ ഒരു അടുപ്പ് കാണാതിരിക്കില്ല. ഇതിൽ നിന്നും കിട്ടുന്ന ചാരം നല്ലൊരു കീടനാശിനിയായും വളമായും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കൃഷിത്തോട്ടത്തിലെ ഇലതീനി പുഴുക്കളുടെ ശല്യമുണ്ടെങ്കിൽ ഇലയുടെ മുകളിൽ ചാരം വിതറിയാലും മതി. രണ്ടാമതായി കഞ്ഞിവെള്ളം എടുക്കാം. അരി കഴുകുന്ന കാടിവെള്ളമായാലും കട്ടിയുള്ള കഞ്ഞിവെള്ളമായാലും ഇലകളിൽ തെളിച്ചു കൊടുത്താൽ മീലിമുട്ടയെ നിയന്ത്രിക്കാനാവും. അതുപോലെ തന്നെയാണ് മത്സ്യം കഴുകിയ വെള്ളം പച്ചക്കറി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അലങ്കാര ചെടികളിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ ധാരാളം പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ വാഴക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറെ സമൃദ്ധി നൽകും. പിന്നെ പച്ചക്കറി, ഇലക്കറി, പഴവർഗ്ഗ അവശിഷ്ടങ്ങളെല്ലാം ചെടികളുടെ ചുവട്ടിൽ നേരിട്ട് ഇട്ട് കൊടുത്താൽ അഴുകി നല്ല വളമായി തീരും. പിന്നെ അടുക്കളയിൽ വേസ്റ്റായി പോകുന്നവയാണ് തേയിലച്ചണ്ടി, കാപ്പി, മുട്ടത്തോട് എന്നിവ. തേയിലച്ചണ്ടിയും കാപ്പിയും വെയിലത്ത് ഇട്ട് ഒന്ന് ഉണക്കിയതിന് ശേഷം ചെടികൾക്ക് ചുറ്റും മണ്ണിൽ വിതറി കൊടുക്കാം. മുട്ടത്തോട് പൊടിച്ച് ചേർത്താൽ വളർച്ച വേഗത്തിലാവും.
അപ്പോൾ അടുക്കളയിൽ പാഴാക്കി കളയുന്ന ഇത്തരം വസ്തുക്കളൊക്കെ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്കും പൂന്തോട്ടത്തിലെയും ചെടികൾ നിറയെ പുഷ്പിക്കുവാനും കായ്ഫലം ലഭിക്കുവാനും സൂപ്പർ ചേരുവകളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്കും ഷെയറും ചെയ്യുമല്ലോ. വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.